ചരിത്രം അതിൻ്റെ അവസാന പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ദജ്ജാൽ എന്ന മഹാവ്യാധിയുടെ അന്ത്യത്തിനു ശേഷം ലോകം ഇതുവരെ കാണാത്തൊരു സുവർണകാലത്തിലേക്ക് കണ്ണു തുറക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഭൂമിയൊരു സ്വർഗതുല്യമായ വസന്തമായി മാറുന്നു. പ്രകൃതി അതിൻ്റെ സകല സമൃദ്ധിയും പുറത്തെടുക്കുന്നു. വന്യമൃഗങ്ങൾ പോലും ഇണങ്ങുന്ന ഹിംസയും പകയുമില്ലാത്ത നാളുകൾ. എന്നാൽ ഈ ശാന്തതയ്ക്കിടയിൽ ലോകം ശ്രദ്ധിക്കാതെ പോയ ചില മാറ്റങ്ങൾ തുടങ്ങുകയായിരുന്നു. ഒന്നും സംഭവിച്ചില്ല, പക്ഷേ എല്ലാം മാറിക്കൊണ്ടിരുന്നു. ആളുകൾക്ക് വിവരിക്കാനാവാത്ത ഒരുതരം അസ്വസ്ഥത, അണീസിലസ് അനുഭവപ്പെട്ടു തുടങ്ങി. പുറത്തെല്ലാം സാധാരണമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വലിയൊരു വിപത്തു വരാനിരിക്കുന്നു എന്ന ഭീതി എല്ലാവരിലും പടർന്നു. ഇതിനിടയിലാണ് ലോകത്തിൻ്റെ യഥാർത്ഥ വെളിച്ചമായിരുന്ന പണ്ഡിതന്മാർ ഓരോരുത്തരായി വിടവാങ്ങുന്നത്. ഇതു വെറുമൊരു മരണമായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് സത്യം പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പണ്ഡിതൻ വിടവാങ്ങുമ്പോഴും ജനങ്ങൾക്കിടയിലെ സത്യവും അറിവും അപ്രത്യക്ഷമായി. ചോദ്യങ്ങൾക്കുത്തരം നൽകാൻ ആരുമില്ലാത്ത, വഴിതെറ്റിക്കുന്നവർ മാത്രം ബാക്കിയാകുന്ന ഒരു ശൂന്യതയിലേക്ക് ലോകം നീങ്ങി. നിങ്ങളിപ്പോൾ മനോഹരമായൊരു തോട്ടത്തിൽ നിൽക്കുകയാണ്. സമൃദ്ധമായ പഴങ്ങളും ശാന്തമായ കാറ്റുമുണ്ട്. പക്ഷെ നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു. എന്താണ് ഈ അസ്വസ്ഥത? പുറത്തു നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ്, പക്ഷെ എന്തോ തെറ്റായി സംഭവിക്കുന്നുണ്ട്. ഇന്ന് പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ വലിയ ഉസ്താദും വഫാത്തായെന്ന് കേട്ടു. അറിവുള്ളവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സത്യമേതാണ് കള്ളമേതാണെന്ന് പറഞ്ഞു തരാൻ പോലും ആരുമില്ല. ലോകം പതുക്കെ ഇരുളിലേക്ക് മറയുകയാണോ? ഒന്നും സംഭവിച്ചില്ല എന്ന് തോന്നുമ്പോഴും ഉള്ളിലെല്ലാം മാറിമറിയുന്നു. അല്ലാഹു നിശ്ചയിച്ച ആ നിശ്ചിത കാലയളവ് കഴിഞ്ഞതോടെ മഹാനായ പ്രവാചകൻ ഈസബ്നു മറിയം അലൈഹിസ്സലാം വഫാത്തായിരിക്കുന്നു. ചില നിവേദനങ്ങളിൽ പറയുന്നതുപോലെ മദീനയുടെ മണ്ണിൽ അദ്ദേഹം അടക്കം ചെയ്യപ്പെടുന്നതോടെ ആ സുവർണ വസന്തത്തിന് തിരശീല വീഴുന്നു. സമയം ചുരുങ്ങുന്ന തഖാറുബുസ് സമാൻ പെട്ടെന്ന് ലോകത്തെ വിഴുങ്ങുന്നു. വർഷങ്ങൾ ആഴ്ചകളെപ്പോലെയും മണിക്കൂറുകൾ നിമിഷങ്ങളെപ്പോലെയും പാഞ്ഞുപോകുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് സമയം വഴുതി പോകുന്നത് നിങ്ങൾ പരിഭ്രാന്തിയോടെ കണ്ടു. ശാന്തത അവസാനിച്ചിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് പ്രപഞ്ചം വിറയ്ക്കുന്ന നിമിഷങ്ങളാണ്. സമയം പാഞ്ഞു തീരുമ്പോൾ തിന്മകൾ ഭൂമിയിൽ വീണ്ടും തലപൊക്കുന്നു. സത്യം പൂർണ്ണമായും മങ്ങിക്കഴിഞ്ഞു. മനുഷ്യർക്കിനി എന്ത് സംഭവിക്കുമെന്നറിയാത്ത പരിഭ്രാന്തി. ഒരു രാത്രി അത് നീണ്ടുപോകുകയാണ്. ഒരു സാധാരണ ദിവസത്തെ പോലെ